നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇതിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടോ എന്നുള്ളത്. ഞാനിപ്പോൾ നമ്മുടെ പറളി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ സംഭവം ഒരു വൃത്തികെട്ട കാര്യം ഇവിടെ കണ്ടു. അപ്പോൾ അത് വന്ന് ഒന്നും കൂടി ഉറപ്പിച്ച് ഒരു വീഡിയോ സഹിതം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. ഓക്കെ, കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് 5 മിനിറ്റ് നോക്കി ഉറപ്പ് വരുത്തി പിന്നെ വീഡിയോ സഹിതം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് എടുത്തത്. ഓക്കെ, ഇതാണ് സംഭവം. എന്താ മനസ്സിലായല്ലോ? എന്റെ പുറത്ത് പുരിയില്ലേ എന്താ പുരിയില്ല നേരെ മങ്കര പോലീസ് വിളിച്ചു. അവർ പല ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് പെട്ടെന്ന് തിരക്കിൽ നമ്മുടെ വിളിച്ചവിടേക്ക് എത്തി ആളെ പിടിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എല്ലാ ഡീറ്റെയിലും എഴുതിയെടുത്ത് ഫോർവേഡ് ചെയ്യുന്നവിടേക്ക് ഫോർവേഡ് ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്ത് പാലക്കാട് RPF വിളിച്ച് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റ് ആക്കിയിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്തിട്ടുണ്ട്. കാരണം അതല്ലാണ്ട് അവർ കൂടുതൽ ഇപ്പോൾ ഇയാളുടെ സ്റ്റേഷനിൽ കൊണ്ട് അന്വേഷിച്ച് അടുത്ത ബസ് കയറ്റി ഏടുവരാ എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ റെയിൽവേ സ്റ്റേഷൻ RPF വിളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. സെൽഫ് കെയർ ആവുക എന്നുള്ളതിനപ്പുറം എനിക്കിതൊന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഒരാൾ നേരിട്ടപ്പോൾ വിളിച്ച് നമ്മൾ എത്താൻ സാധിച്ചുകൊണ്ട് ഓക്കെ. പക്ഷെ അങ്ങനെ എത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ആരുമില്ലാത്ത സാഹചര്യങ്ങളിൽ എന്താ ഇതിൻ്റെ അപ്പുറം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. കാരണം അമ്മാര് സീനാണ്. 2 കൊടുത്തിട്ടുണ്ട്, 2 പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ആളെ ട്രെയിൻ കയറ്റി വിടാൻ ആൾ ട്രെയിനിൽ കയറുന്നില്ല. അപ്പോൾ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. കാരണം പറയുമോ, നാളെ റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളവരുടെ കൈ കിട്ടിയാൽ ശരിക്കും കൊല്ലണം എന്ന് ചിന്തിക്കും. പക്ഷെ നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതം പോകും ഏത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തേക്കുള്ളത് ഈ കാണുകയാണെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടി ആരും നിൽക്കണ്ട. അങ്ങനെ ഒരു ഇത് കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ആരെ വിളിച്ച് എന്താ പറയാനുള്ളത്, എന്താ ചെയ്യാനുള്ളത് പെട്ടെന്ന് ചെയ്യുക. ഓക്കെ, ആരാണേലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച്. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നത്തെ ഒരുപാട് നടക്കുന്നുണ്ട്, അതിലൊന്ന് കൈയോടെ കണ്ടതുകൊണ്ട്. ഓക്കെ, ബൈ. അപ്പോൾ ഇവരാണ് നമ്മുടെ ഇന്നത്തെ മഹാൻ. അപ്പോൾ സൂക്ഷിക്കുക, ഇവരെ കാണുമ്പോൾ ഫോർവേഡ് ചെയ്യുക. എത്തിയിട്ടുണ്ട് ഇവിടെ തിരുനെൽവേലിയാണ് മറ്റേ സ്ഥലം. കോയമ്പത്തൂർ തിരുനെൽവേലിയാണ്. 28 വയസ്സായിട്ടുള്ളത്. ഒരു വ്യക്തി ഇരുന്ന് സ്വയംഭോഗം ചെയ്യുന്നത് ഒരു വ്യക്തി ഇൻസ്റ്റഗ്രാമിലിട്ടിട്ട് വൃത്തികെട്ട സംഭവം ആണ് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്വയംഭോഗം ചെയ്യുന്നത് വൃത്തികെട്ട കാര്യമാണോ? അയാൾ എന്താണ് അവിടെ ഇരുന്ന് ഒരു സ്ത്രീയോടോ അയാൾ അവിടെ ഇരുന്ന് സ്വയംഭോഗം ചെയ്യുന്നു? അത് വൃത്തികെട്ട സംഭവമാണ് എന്ന് എങ്ങനെ ഇയാൾ പറയും? ഇതിനേക്കാളൊക്കെ എത്രയോ വൃത്തികേട് നടക്കുന്ന സംഭവങ്ങൾ ട്രെയിൻ യാത്രകളിൽ ഞാൻ കാണാറുണ്ട്. ഞാൻ മാസത്തിലൊരു 2-3 തവണ ട്രെയിൻ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. ട്രെയിൻ യാത്രയിലും ബസ്സിലും ഇതിനേക്കാളും വൃത്തികെട്ട മോശം പരിപാടികൾ നടക്കുന്നുണ്ട്. അതാണ് വൃത്തികേട് പറയുന്നത്. ഇയാൾ ഒറ്റയ്ക്കിരുന്ന് അയാൾ സ്വയം ഭോഗിക്കുകയാണ്, സുഖിക്കുകയാണ്. അതിന് വൃത്തികേട് എന്ന് പറയരുത്. പിന്നെ കേരള പോലീസിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത്, അതായത് നമ്മുടെ വാടിക, പാലക്കാട് കോട്ട മൈതാനം, വാടിക, ഇവിടെയൊക്കെ ഒരു 10 മണിക്ക് ശേഷം പോലീസ് ഒന്ന് സർച്ചിന് ഇറങ്ങിയാൽ ഇതിനേക്കാളും വൃത്തികേട് നടക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പിടിക്കാം. പിന്നെ ഇപ്പം അയാൾ ഒരു തമിഴനാണ്. ഈ സ്വയംഭോഗം എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉള്ള കാര്യമാണ്. സ്ത്രീകൾ വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്യുന്നു, പുരുഷന്മാർ വെളിയിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് വൃത്തികേടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക.